ഫാമിലി. അപ്പോൾ ഇന്ന് ഞാനൊരു ഗാർഡൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ബോഗൺവില്ല ഉണ്ട്, അപ്പോൾ അതിനെ പ്രൂൺ ചെയ്യണം, അതിനുള്ള ടൈമായി. പിന്നെ അതുപോലെ എൻ്റെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്, അപ്പോൾ ആ സ്നേക്ക് പ്ലാന്റിനെ എനിക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യണം. അങ്ങനെ ഈ രണ്ട് കാര്യമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഇവിടെ ബോഗൺവില്ല ഉണ്ട്. ഇത് ആക്ച്വലി ഞാനാണെങ്കിൽ എന്താ പറയുക, ചെറിയ കുഞ്ഞ് തൈന്നല്ല, എവിടെയെങ്കിലുമൊക്കെ വീടുകളിൽ പോകുമ്പോൾ ചെറിയ ഇത്രയുള്ള ഉള്ള കട്ടിങ്സ് കൊണ്ടുവന്നിട്ട് അങ്ങനെ കിളിപ്പിച്ചെടുത്ത് നട്ടെടുത്തിട്ടുള്ള ബോഗൺവില്ലാസാണ് കേട്ടോ. ഇതിപ്പോൾ നല്ല ടൈമാണ് ഇതിനെ നമുക്ക് പ്രൂൺ ചെയ്യാനായിട്ട്. നല്ല കാറ്റുണ്ട് പുറത്ത്, നിങ്ങൾക്ക് ശബ്ദം ബുദ്ധിമുട്ടാവുമോ എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇതുപോലെയുള്ള തണ്ടുകൾ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിനേക്കാൾ ചെറിയ ഹൈറ്റിലുള്ള തണ്ട് കൊണ്ട് ഞാൻ കിളിപ്പിച്ചെടുത്തതാണ് ഈ കാണുന്ന എൻ്റെ ബോഗൺവില്ലാസ് എല്ലാം. ഇപ്പം മഴയുള്ള ടൈം ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാമെങ്കിൽ നല്ലോണം പിന്നെ നെക്സ്റ്റ് അതിൻ്റെ ആ സീസൺ ആകുമ്പോൾ നല്ലോണം പൂവിടും കേട്ടോ. ഇതിനകത്ത് ഇതിനെന്താ കാക്കാത്തി ചെടി എന്ന് അങ്ങനെ എന്തോ പറയുന്നത്, അതൊന്നും ഇപ്പോൾ ഉണ്ട്. പൂ വിരിഞ്ഞ് കഴിഞ്ഞിട്ട് കളയാം. ഇതിനകത്ത് എല്ലാത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും. ഒരു കുമ്പളങ്ങയുടെ തൈ, അത് വേണ്ട, അത് നിന്നാൽ മറ്റേതിനും കൂടെ കേടായിരിക്കും. മുകളിലൊക്കെ നിൽക്കുന്ന ഗാന്ധൂര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് അത്ര ആയിട്ടില്ല, ഇത് ഞാൻ ഈയിടെ മാറ്റി കൊടുത്തിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതായി. നെക്സ്റ്റ് ഇത് വയലറ്റിൻ്റെയാണ്. ഈ വയലറ്റിൻ്റെ ഒരു വേറൊരു ഇച്ചിരി ഒത്തിരി ഇങ്ങനെ അങ്ങ് പടർന്നു പോകുന്ന ടൈപ്പിലെയാണ്. നല്ലോണം കട്ട് ചെയ്ത് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അത് പിന്നെ ബ്രാഞ്ചസ് നന്നായിട്ട് പൊട്ടിക്കിളിച്ചോളും. ഈ കട്ടർ ഞാൻ ആമസോണിൽ നിന്നല്ല, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ നല്ലതാണ്. ഇതുപോലെയുള്ള സോഫ്റ്റ് കട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് സോഫ്റ്റ് പ്രൂണിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു തൂവൽ കിട്ടി കേട്ടോ. ഇത് കണ്ടോ, ഇത് എന്തിൻ്റെ തൂവലായിരിക്കും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇത് പീക്കോക്കിൻ്റെ തൂവലാണ്. അതായത് നമുക്കിവിടെ പീക്കോക്ക് നല്ലോണം ഈ ടെറസിലൊക്കെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ ഇത് അതായത് ഫീമെയിൽ പീക്കോക്കിൻ്റെ തൂവലാണിത് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു തൂവലും പീക്കോക്കിനുണ്ട്. അപ്പോൾ നമുക്കിത് പ്രൂൺ ചെയ്തതൊക്കെ നമുക്ക് കറക്റ്റ് അതിൻ്റെ സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഈ നന്നായിട്ട് വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കണം. എന്തായാലും നെക്സ്റ്റ് ഇതിലെല്ലാം പൂ പിടിച്ചിട്ടുള്ളതാണ് കേട്ടോ, അവിടെ ഇരിക്കട്ടെ. ഇനി അപ്പം നമുക്ക് അടുത്തത് നമുക്കിനിയും അടുത്ത് ചെയ്യാനുള്ളത് ഇതെല്ലാം ഒന്ന് വാരിക്കളയണം. പിന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് വാരിക്കളയാം. ഇത് കണ്ടോ, ഇത് ഞാൻ ഈയിടെ ഒരു സ്ഥലത്തുനിന്ന് പോയിട്ട് വന്നപ്പം ചെറിയ കമ്പ് കിട്ടിയത് കൊണ്ട് നട്ട് വെച്ചിട്ടില്ല. അതിന് ചെറിയ മുളയൊക്കെ ഇതാ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് അതിന് മുമ്പ് ഞാൻ നട്ട വേറൊരു കളറാണേ. അപ്പോൾ അത് കുറച്ചുകൂടെ നന്നായിട്ട് കരുത്തായിട്ടായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെയൊക്കെ ഒരു ബ്രാഞ്ചസ് വന്നു കഴിയുമ്പോൾ ഇതിനെ ഞാൻ വലിയ പോട്ടിലോട്ട് മാറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്നേക്ക് പ്ലാന്റിൻ്റെ കളക്ഷൻസ്. എനിക്കൊരു 5 വെറൈറ്റി സ്നേക്ക് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നട്ട ശേഷം പിന്നെ ഒന്നും എന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, തിങ്ങി ആ ഒരു ചട്ടിയിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പം ഞാൻ ഇതെല്ലാം ഇളക്കുന്നില്ല, കാരണം എനിക്ക് 2 ചെറിയ ചട്ടിയിലാക്കിയിട്ട് എനിക്ക് വീടിനുള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതിനുള്ളത് വേണ്ടി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇത് യെല്ലോടെ തന്നെ ഇങ്ങനെ ഈ ബോർഡർ വരുന്ന യെല്ലോടെ തന്നെ ആയിരുന്നു. പക്ഷേ എന്തോ ഇതിൽ നിന്ന് കിളിച്ചു വന്നപ്പോൾ എല്ലാം ഈ ഒരു ടൈപ്പായിപ്പോയി. ഇതിപ്പോൾ കുറച്ച് നേരം ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചതാണ്, എന്നാൽ മാത്രമേ അത് ഇളകി വരുള്ളൂ കേട്ടോ. ഇത്രയും നാളായതല്ലേ. അപ്പോൾ അരമണിക്കൂർ ഞാൻ വെള്ളം ഒഴിച്ച് ഇട്ടിരുന്ന സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിന്ന്. കാരണം നട്ടിട്ട് ഇതുവരെ ഇത് ഇളക്കിയിട്ടില്ല. അപ്പം ഇത് ഇളകി വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ നോക്കട്ടെ. ഇത്രയും നേരം വെള്ളം ഒഴിച്ചിട്ടാണ്, എന്നിട്ടും ഭയങ്കര ടൈറ്റായിട്ടിരിക്കുകയാണ്. കുറച്ച് ഇളകി വരുന്നുണ്ട്. ഉണ്ട്. കണ്ടോ, നട്ട ശേഷം ഇതുവരെ ഇത് പിന്നെ ഇളക്കിയിട്ടില്ല. ആ ചട്ടിയുടെ ഷേപ്പിൽ തന്നെ ആയിട്ടുണ്ട്.
ഇനി ഇത് കട്ട് ചെയ്ത് എടുക്കണം. നമുക്ക് ചെറിയ 2 തൈ മതി. നമുക്ക് ചെറിയ അതായത് ഇൻഡോർ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ തൈ മതി. ചെറിയ ചട്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ വേരൊന്നും പൊട്ടാതെ കുറേ തൈകളുണ്ട്. ഇത് നമുക്ക് കുറേ ചട്ടിയിൽ അല്ലെങ്കിൽ ബാക്കിയൊക്കെ തറയിലൊക്കെ നടാം. ബാക്കി ഞാൻ തിരിച്ച് ആ ചട്ടിയിൽ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചെടിച്ചട്ടി ഇനി കൂടുതൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് മാറ്റാം. ഇപ്പം ചെറിയ ചട്ടിയാണിത്. ഇൻഡോർ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചട്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ തൈ മതി നമുക്ക്. ഇത് ഞാൻ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുള്ള കരിയിലയും മണ്ണും ചാണകവും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള പോട്ടി മിക്സാണ് കേട്ടോ. ചെറിയ തൈ മതി നമുക്കിതിൽ നടാനായിട്ട്. ഇത് രണ്ടും ഓക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതൊരുമിച്ച് നടാം. ഇതൊരുമിച്ച് നടാം. ഇതും ഒരുമിച്ച് നടാം. ഇത് രണ്ടും നമുക്ക് നട്ടു കൊടുക്കാം. ഇതിൻ്റെ പൂ വിരിഞ്ഞതാട്ടോ. നേരത്തെ പൂ വിരിഞ്ഞിട്ടുള്ളത്, അത് ഉണങ്ങിയതാണ്. അത് കട്ട് ചെയ്തു. രണ്ട് പോട്ടിൽ നട്ടെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ റൂമിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നിടം വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.